വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് തന്നെ ആദ്യം പോവുകയാണ്. ഇറാനെതിരായിട്ടുള്ള യുദ്ധം അത് നിർത്തില്ല എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനം. ഇറാനെ എല്ലാ മേഖലയിലും തകർത്തില്ലാതാക്കും. അടുത്ത 3 ആഴ്ച കൂടി ഈ യുദ്ധം തുടരും. ലക്ഷ്യം ഇറാനിലെ എണ്ണ അല്ല എന്നും മേഖലയിൽ സമാധാനം ഉറപ്പാക്കലാണെന്നും ട്രംപ് പറഞ്ഞു. ഇറാന്റെ മിസൈൽ സംവിധാനവും സൈനിക സംവിധാനവും തകർത്തുവെന്നും നേതൃനിരയെ ഒന്നടങ്കം ഇല്ലാതാക്കിയെന്നും ട്രംപ് പറയുന്നു. അജയ് സുധാബിജു കൂടുതൽ വിവരങ്ങൾ നൽകും. അജയ്, ഇന്നലെ ലഭിച്ച സൂചനകൾ അത് ഒരുപക്ഷെ ട്രംപ് അമേരിക്ക ഈ യുദ്ധം അവസാനിപ്പിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ നേരെ തിരിച്ചാണ് ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞത്. ഇത് അവസാനിപ്പിക്കുന്നില്ല, പൂർണ്ണമായിട്ടും തകർത്തില്ലാതാക്കും വരെ ഇത് തുടരുമെന്നാണല്ലോ പ്രഖ്യാപനം. എന്താണ് അദ്ദേഹം പറഞ്ഞതിലെ പ്രധാന കാര്യങ്ങൾ? എഴുതോ ആശങ്കകൾക്ക് പരിഹാരമില്ല, ഈ യുദ്ധം തുടരും എന്ന് തന്നെ ട്രംപ് ഉറപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ്. അടുത്ത 2-3 ആഴ്ചത്തേക്ക് ഇറാനെ നേരത്തെ ഉള്ളതിനേക്കാൾ ശക്തമായിട്ട് ഹിറ്റ് ചെയ്യും, അവരെ ഏതാണ്ട് ശിലായുഗത്തിലേക്ക് തങ്ങൾ കൊണ്ടുപോകും എന്നെല്ലാമാണ് ട്രംപ് ഇന്ന് പറഞ്ഞു വെച്ചിരിക്കുന്നത്. എല്ലാവരും വലിയ പ്രതീക്ഷയിലായിരുന്നു. ഇന്ന് ട്രംപ് യുദ്ധത്തെപ്പറ്റി എന്തെങ്കിലും ഒരു സൂചന നൽകും, യുദ്ധം അവസാനിപ്പിക്കുന്നതിനെ പറ്റി എന്തെങ്കിലും അദ്ദേഹം പറയും എന്നെല്ലാമാണ് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത്. എല്ലാവരും ഒരു ആകാംക്ഷയോടെ കാത്തിരിക്കും. പ്രത്യേകിച്ച് ഇന്ത്യ അടക്കമുള്ള ഏഷ്യൻ രാജ്യങ്ങൾ, ഈ ഹോർമുസ് കടലിടുക്കിനെ ആശ്രയിച്ചുകൊണ്ട് വ്യാപാരം നടത്തുന്ന രാജ്യങ്ങൾ എല്ലാവരും വലിയ ആകാംക്ഷയോടെയായിരുന്നു കാത്തിരുന്നത്. എന്നാൽ നമുക്ക് ആശ്വസിക്കാവുന്ന ഒന്നും തന്നെ ട്രംപിന്റെ വാക്കുകളിൽ നിന്ന് ലഭിക്കുന്നില്ല. അദ്ദേഹം ഇറാനെ പൂർണ്ണമായിട്ടും തകർത്തു, ഇറാന്റെ നേതൃനിരയെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കി, അവിടെയുള്ള നിലവിലുള്ള ഭരണകർത്താക്കളെ എല്ലാവരെയും കൊന്നത് കാരണം തന്നെ അവിടെ ഒരു ഭരണമാറ്റം കൊണ്ടുവരാൻ തങ്ങൾക്ക് സാധിച്ചു. ഇറാന്റെ നാവികസേനയെ പൂർണ്ണമായി ഇല്ലാതാക്കി, ഇറാൻ ആർമിയെ തകർത്തു, അവരുടെ പ്രതിരോധ സംവിധാനങ്ങൾ എല്ലാം ഇല്ലാതാക്കി, ഇറാന്റെ ന്യൂക്ലിയർ സൈറ്റുകൾ തങ്ങൾ B-2 ബോംബറുകൾ ഉപയോഗിച്ചുകൊണ്ട് തകർത്തു. ഇറാൻ ദീർഘദൂര മിസൈലുകൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് അമേരിക്ക വരെ ചെന്നെത്തി. US-ന് വലിയ ഭീഷണി ഉയർത്താൻ സാധിക്കുന്ന വെപ്പണറീസ് ആണ് അവർ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതെല്ലാം നശിപ്പിക്കാൻ തങ്ങൾക്ക് സാധിച്ചു. ഇത്തരം കാര്യങ്ങളാണ് ട്രംപ് എടുത്തു പറഞ്ഞത്. മാത്രമല്ല അദ്ദേഹം സൂചിപ്പിച്ച മറ്റൊരു കാര്യം, നിരവധി US സൈനികർക്ക് ഈ യുദ്ധം കാരണം ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ സൈനികരുടെ കുടുംബങ്ങൾ തന്നോട് കണ്ണീരണിഞ്ഞുകൊണ്ട് പറഞ്ഞത്, ഈ യുദ്ധം അമേരിക്ക ജയിക്കണം, അമേരിക്ക എന്താണോ ലക്ഷ്യം വെച്ചത് അത് ഫലം കാണണം എന്നാണ് ആ സൈനികരുടെ കുടുംബങ്ങൾ തന്നോട് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ തനിക്ക് ആ ഒരു ഉത്തരവാദിത്വം നിറവേറ്റണം. തങ്ങളുടെ ലക്ഷ്യം ഒരിക്കലും പശ്ചിമേഷ്യയിലുള്ള ക്രൂഡ് ഓയിൽ അല്ല എന്നും ട്രംപ് എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതും വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് ട്രംപ് പറയുന്നത് സൗദി അറേബ്യ, റഷ്യ എന്നീ രാജ്യങ്ങൾ ഒന്നിച്ച് ഉണ്ടാക്കുന്നതിനേക്കാൾ കൂടുതൽ എണ്ണ US പ്രതിവർഷം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് എന്നാണ് ട്രംപ് അവകാശപ്പെടുന്നത്.